നമസ്കാരം. നമ്മുടെ വൈക്കത്തിൻ്റെ സ്വന്തം അഭിമാനമായ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥാകാരൻ്റെ ശബ്ദ സന്ദേശം ഒന്ന് കേട്ടാലോ? എൻ്റെ അനിയൻ അബൂബക്കർ അതെല്ലാം പൊളിച്ചു പണിത് പുത്തൻ വീടാക്കി. ഞാനവിടെ വീട് പണിയിരുന്നു. അപ്പൊ അതിന് വാശിക്ക് അവനുണ്ടാക്കിയതാണ്. കാശം ചെന്ന് വാച്ചാണ്. ഈ കേയക്കൊടുങ്ങല്ലൂരിന് ഇവനേതാണ്ട് ഒരു ഞാനൊരുമാതിരി ചെറിയ ഒരു ഇതുമാതിരിയുള്ള കാലത്ത് എനിക്കറിയാം. ഇവനെ നമ്മുടെ MT വാസുദേവൻ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവര് വന്നാൽ, അല്ല മാസത്തിലൊരു പ്രാവശ്യം വരിക. ഇവര് വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല തിരുത പൊരിച്ചതും വെച്ചതും എല്ലാം കൂടെ കൂട്ടി നല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ തേക്കാൻ നല്ല എണ്ണയും സോപ്പും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഞങ്ങളുടെ തെങ്ങിൻ്റെ ചൂട്ടിൽ നിന്ന് കുടിക്കണം. ഇവരുടെ ദേഹത്തുള്ള രാസവളങ്ങൾ ഇവരും MT എന്താ പ്രയോഗം? അതായിരിക്കട്ടെ. ശുഭം. 2 മക്കളുണ്ട്. മൂത്തത് മകളാണ് ഷാഹിന ബഷീർ, ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നു. പിന്നെ മോൻ ഇവിടെ ഏഡൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു. നമ്മുടെ സർക്കാർ ഒരു 200 രൂപ രാഷ്ട്രീയ പെൻഷൻ തരുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായി പോയി. അപ്പൊ 150 രൂപയുടെ മോൾക്കും ആകും, ഒരു 25 രൂപ മോനുമാകും. ബാക്കി 25 രൂപ എനിക്ക് സിഗരറ്റ് വാങ്ങിക്കാം. ഇവർക്ക് പശുവുണ്ട്, ആടുകളുണ്ട്, എരുമയുണ്ട്. ഈ എരുമയും മലയാള സാഹിത്യത്തിന്റെ അഭിമാനമായി മാറിയിരുന്ന പിന്നെ എന്താണ് നമ്മൾ പറയാ, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സൗണ്ട് ഇന്നും കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മധുര സ്മരണ ഇത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. ഓക്കെ പൊടി, കിഴങ്ങ് പൊടി, മറ്റേ പിണ്ണാക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ ഞാൻ കാശ് കൊടുക്കണം. പശുവും ആടിനെ വളർത്തുമ്പോൾ പാല് വിൽക്കും. ഭാര്യക്ക് പിണ്ണാക്ക് വാങ്ങിക്കാൻ പൈസ കൊടുക്കണം. എന്റെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു 70 രൂപ തന്ന്. അത് ഇവള് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഇവള് പിന്നെ ഇവളുടെ ഒരു ഇഷ്ടക്കാരി പെൺ പോലീസിനെ വിളിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകും.